ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ, അതായത് ആരോപണങ്ങളല്ല, ഇത് വസ്തുതകളാണ്, പോയിൻറ്റ്സാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. ശ്രീമതി മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചേക്കുന്ന പോയിൻറ്റുകൾ വളരെ ശരിയാണ്. കാരണം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയും. അതിന് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അറ്റ് ദി ബാക്ക് ഓഫ് ട്രങ്ക്, ഇത് ശരീരത്തിൻ്റെ പിൻഭാഗത്താണ് ഈ രക്തം കണ്ടുപിടിക്കാതെ ഉള്ള നിലയിലുള്ളത് കണ്ടത്. ഈ സസ്പെൻഡഡ് ബോഡി, അതായത് തൂങ്ങിക്കിടക്കുന്ന ശരീരം കുറേ സമയം തൂങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഈ കൈവിരലുകളുടെ അറ്റത്തും, അതായത് ഈ ബ്ലഡ് താഴോട്ട് പോയിട്ട് മേലോട്ട് കയറത്തില്ലല്ലോ. കാരണം മരിച്ച ഒരാൾക്ക് ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പമ്പ് ചെയ്ത് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോവുള്ളൂ. അങ്ങനെ പോകത്തില്ല. പോവാതെ ഇത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഈ ബ്ലഡ് ഒഴുകി താഴേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും വെളുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ സമയം തൂങ്ങിക്കിടന്നുവെങ്കിൽ, ഇതിപ്പോൾ ഈ ഡ്രൈവറൊക്കെ രാവിലെ വന്ന് കണ്ടെന്നല്ലേ പറയുന്നത്. അതിനു മുമ്പ് വെളുപ്പിന് ഏതാണ്ട് 5 മണിക്ക് മുമ്പ് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിർബന്ധമായിട്ടും നവീൻ ബാബുവിൻ്റെ കൈകാലുകളിലെ അറ്റത്ത്, അതായത് വിരലുകളിലെ അറ്റത്ത് ഈ സ്റ്റെയിനിങ് ഉണ്ടാവേണ്ടതാണ്, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. അത് ശരിയായ ഒരു പോയിൻ്റാണ് ആ ചൂണ്ടിക്കാണിച്ചേക്കുന്നത് കേട്ടോ. അത് വളരെ കറക്റ്റായിട്ടാണ് ആ അഭിഭാഷകൻ ആ പോയിൻ്റ് അതിനകത്ത് റൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈ കഴുത്തിൻ്റെ പിൻഭാഗത്ത് എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടില്ല എന്നുള്ളത് അത് നോക്കേണ്ടതാണ്. അതായത് പിൻഭാഗത്ത് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടോ. ഇപ്പോൾ ഒരാളെ ഒന്നും വേണ്ട, ഈ ആളുകൾ ഈ കൈ കൊണ്ട് പണ്ട് വെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ വെട്ടും. ഈ വെട്ടുന്നത് എന്താണെന്ന് അറിയുക, പലപ്പോഴും മരണം സംഭവിക്കുന്നത് ഈ കഴുത്തിൻ്റെ പിൻഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം മിഡില്ല ഓബ്ലോങ്കേറ്റ ഉണ്ട്. നമ്മുടെ മിഡില്ല ഓബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ആ പോർഷനകത്ത് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, അത് മരിച്ചു പോവും. അത് പെട്ടെന്ന് മരണം സംഭവിക്കും. അപ്പോൾ അത് കഴിഞ്ഞെടുത്ത് കെട്ടിത്തൂക്കിയാണെങ്കിൽ ഇതെല്ലാം പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് നോക്കണം. അതായത് ഇതും കഴിഞ്ഞെടുത്ത് കെട്ടിത്തൂക്കിയാൽ സസ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം ഇട്ടു, കുറച്ച് നേരം ഇട്ടുള്ളൂ, കൂടുതൽ നേരം താഴെ കിടത്തിയിരുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാവാൻ സർവ്വസാധ്യതയുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയണം. പിന്നെ അടുത്തത് ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചേക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഈ കെട്ടിൻ്റെ രീതി അതിൽ കാണിച്ചേക്കുന്ന അളവ് കേട്ടോ, അത് തമ്മിലുള്ള വ്യത്യാസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. വലിയ വ്യത്യാസമാണ്. ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ കൂടുതൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. അത് വലിയ ചേഞ്ചാണ്. അങ്ങനെയൊന്നും വരാൻ പറ്റുന്നതല്ല. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശരിയായ പോസ്റ്റ്മോർട്ടം ഇതിനകത്ത് നടന്നിട്ടേ ഇല്ല. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതായത് ഒരാൾക്ക് ഈ സെമിനൽ ഡിസ്ചാർജ്, സ്പേം, അത് ശുക്ലം യഥാർത്ഥത്തിൽ മിക്കവാറും ഈ തൂങ്ങുമരണത്തിൽ വെളിയിൽ വരും. അങ്ങനെ വരാറുണ്ട്. ഇതങ്ങനെ വന്നതായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ ഫീക്കൽ മാറ്റേഴ്സ്, അതായത് ഈ മലം വിസർജനം ഉണ്ടാവും, സ്വമേധ ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്രം ധാരാളം പോവും. അതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ളത് ഇൻക്വസ്റ്റിലില്ല, ഒന്നുമില്ല. പിന്നെ ഈ അടിവസ്ത്രത്തിലെ രക്തം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലില്ല. ഒന്നുകിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഡോക്ടർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ആൾ പോസ്റ്റ്മോർട്ടം റിക്വസ്റ്റ് കൊടുക്കുമല്ലോ, ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ സർജൻ്റെ അടുത്ത്, ഫോറൻസിക് സർജൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ഈ തയ്യാറാക്കിയ അയാൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമുക്കറിയില്ല പറഞ്ഞു കൊടുത്തോ ഇല്ലെന്ന്. ഇതൊക്കെ എടുപിടിയിൽ നിന്ന് ധൃതി വെച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും റെഡിയാക്കി അവിടെ എവിടെയൊക്കെ നടത്തി കീറി പൊതിഞ്ഞു കെട്ടി കൈ കൊടുത്തു. ഇത് തന്നെയാണ്. ഇനി അത് തെളിയിക്കാനും പറ്റത്തില്ല. കാരണം പോസ്റ്റ്മോർട്ടത്തിലെ പോരായ്മകൾ, കാര്യം ആ റിപ്പോർട്ട് വെച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാരണം ഈ ബോഡി കത്തിച്ചു പോയി. അല്ലെങ്കിൽ ഒരു റീപോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് മസ്റ്റായിരുന്നു ഈ കേസിൽ. പക്ഷേ അതിന് പോസിബിലിറ്റി ഇല്ലാതാക്കി. അതിൻ്റെ സാഹചര്യം പോലും അന്വേഷിക്കേണ്ടതാണ്. CPM നേതാക്കൾ അവിടെ നിന്ന് കൂടെ പോയി, ഈ ഡെഡ് ബോഡിയെ അനുഗമിച്ച് അങ്ങ് കൂടെ പോയി, അവിടെ എങ്ങ് കയറ്റി ആ കളക്ടറേറ്റിൽ പോലും ഒരു പൊതുദർശനത്തിന് വെക്കാതെ അവിടെ നിന്ന് ധൃതി പിടിച്ച് റെഡിയാക്കി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് അത് ചുട്ട് ചാമ്പലാക്കിയതിന് ശേഷം തിരിച്ചുപോയി. ഇതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത്
അറിയണം. അതെല്ലാം മനസ്സിലാക്കേണ്ട ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് തുറന്നിട്ടിരുന്ന വീട്, പിന്നെ ഇത് മാത്രമല്ല, ആ ഇൻക്വസ്റ്റിനകത്ത് മഹസറിനകത്ത് ഇൻക്വസ്റ്റിൽ ഒരു മഹസർ വേണം. ഈ വീടിൻ്റെ, അതായത് ഈ തറയിന്ന് അതിൻ്റെ റൂഫ് ടോപ്പ് വരെയുള്ള അകലം എത്ര ഡിസ്റ്റൻസ് വേണം. 165 സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള അയാൾക്ക് ഒരു കസേരയിലോ മേശയിലോ കയറി നിന്ന് ഇത് സസ്പെൻഡ് കെട്ടാൻ പറ്റുന്നതാണോ എന്നുള്ളത് പരിശോധിക്കണം. ഒന്നും പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം, ഇത് നമ്മുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സ്റ്റെയിനിങ് ഉണ്ടല്ലോ, അതിന് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്നാണ് പറയുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് അതായത് മരിച്ചതിന് ശേഷം ഉള്ളതാണ് പോസ്റ്റ്മോർട്ടം. ഇഞ്ചുറീസ് വല്ലതും നേരത്തെ ഉണ്ടെങ്കിൽ അതിന് ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് എന്ന് പറയും. ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ആണ് ഈ ലൈഗേച്ചർ എന്ന് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം അതിൽ നടന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കയ്യിലും കാലിലും ഉണ്ടാകണം, അതായത് വിരലുകളിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് വേറെയുണ്ട്. ഒരുപാട് ഈ CBI അന്വേഷണം ആവശ്യപ്പെടാനായിട്ട്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ആർഗ്യ ചെയ്തതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. ഇതൊക്കെ റെയറസ്റ്റ് ഓഫ് റെയർ കേസിലെ CBIക്ക് അന്വേഷണം വിടാവുന്നു. അത് യഥാർത്ഥത്തിൽ റെയറസ്റ്റ് ഓഫ് റെയർ കേസിലെ CBIക്ക് അന്വേഷണം വിടാവുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അത് ആകെപ്പാടി റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ബച്ചൻ സിംഗ് കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആദ്യമായിട്ട് കൊണ്ടുവന്ന അതായത് റെയറസ്റ്റ് ഓഫ് റെയർ. അത് എന്തിനാണെന്നറിയോ? ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ടത് ഏതൊക്കെ കേസിലാണെന്ന് തീരുമാനിക്കാനാണ് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റെയറസ്റ്റ് എമംഗ് റെയർ ഇപ്പം കണ്ടുപിടിച്ചിട്ട് CBIക്ക് അന്വേഷണം കൈമാറണം എന്നുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, വളരെ വിചിത്രമാണ്. വളരെ വിചിത്രമാണ്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നുമുള്ള സംഭവമില്ല. അതായത് ദുരൂഹ സാഹചര്യം ഒരുപാടുണ്ട്, പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. പിന്നെ ഈ പോലീസിന് ഇത്ര നിർബന്ധം എന്തോ ഇവർക്ക് തന്നെ അന്വേഷിക്കണമെന്ന്? ഇത്ര നിർബന്ധം ഇവർക്ക് എന്താണ്? ഇവർക്ക് തന്നെ അന്വേഷിക്കണം എന്ന് കേരള പോലീസിന് ഇത്ര നിർബന്ധം എന്താണ്? ഇത്രത്തോളം പ്രശ്നമുള്ള ഒരു കേസിൽ PP ദിവ്യയെ പോലുള്ള വളരെ വലിയൊരു നേതാവ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസ്, അതിനകത്ത് ഇതെല്ലാം വരുമ്പോൾ എന്തിനടി ഇവർക്ക് തന്നെ കേരള പോലീസിനെ അന്വേഷിക്കണം ഇത്ര നിർബന്ധം എന്താണ്? ഇത്രയും ജോലി ഇവർക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവർ വീട്ടിൽ പോയി വെറുതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പുറകെ നടക്കട്ടെ. അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ മുമ്പ് പുറകിലൊക്കെ നടക്കുക, ചെയ്തോട്ടെ. അതല്ലാതെ ഈ കേസ് അന്വേഷിക്കണം എന്ന് ഇത്ര നിർബന്ധവും വാശി എന്താണ്? അതുപോലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ചോദിച്ചതുകൊണ്ട് CBIക്ക് ഇൻവെസ്റ്റിഗേഷൻ വിടാൻ പാടില്ല. വേറെ സ്ത്രീകൾ ചോദിച്ച ഇൻവെസ്റ്റിഗേഷനോ അന്വേഷണവും ഇല്ലാതെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ പറയുന്നില്ല ഏതൊക്കെ കേസാണെന്ന്. അങ്ങനെയുണ്ട് വേറെ എത്രയോ കേസുകൾ. അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് അത് വീട്ടുകാർക്ക് ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ ആരോപിക്കുന്ന കേസായത്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വിരൽ ചൂണ്ടിയേക്കുന്ന കേസാണിത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് മാത്രം ഇത്ര നിർബന്ധം? ഈ കേസ് CBIക്ക് വിടാൻ പാടില്ലെന്ന്. ഇവരാരും സ്ത്രീകളും കുടുംബാംഗങ്ങളും അല്ലേ? അതല്ലേ ആലോചിക്കേണ്ടത്. നിരാരംഭരായിട്ടുള്ള സ്ത്രീകൾ, മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ, അവർക്ക് ഇങ്ങനെ സംശയമുണ്ട്, ഈ സംശയം ദൂരീകരിക്കണം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തന്നെ എല്ലാം ദൂരീകരിച്ചോളും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഡ്ഢികളാണോ ഇവിടെ ഉള്ള കേരളത്തിലുള്ള ആളുകൾ? യഥാർത്ഥ ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ കാഴ്ചപ്പാട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ എടുക്കുന്ന കാഴ്ചപ്പാട് ശ്രീ MV ഗോവിന്ദൻ എൻ്റെയൊക്കെ പ്രസാദം CBIക്ക് ഒന്നും വിടേണ്ട കാര്യമില്ല തീരുമാനിച്ച്. അദ്ദേഹം CBIയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അതിനെയൊക്കെ മുകളിലുള്ള ആളാണ്, അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് CBIക്ക് എല്ലാ കേസും വിടേണ്ട കാര്യമില്ല. എല്ലാ കേസും വിടാനൊന്നും പറഞ്ഞില്ലല്ലോ. നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടേക്കുന്ന ഈ കേസ് വിടണമെന്നേ ഉള്ളൂ. ബാക്കി കേരളത്തിലെ എല്ലാ കേസും CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ കേസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഈ കേസ് PP ദിവ്യ പ്രതിസ്ഥാനത്തുള്ള ഈ കേസ് അയക്കണോ വേണ്ടയോ, CBI കൊണ്ട് അന്വേഷിക്കണോ വേണ്ടയോ എന്നാ തീരുമാനിക്കണ്ടേ. മാത്രമല്ല ഇതിപ്പോൾ കൊലപാതകം ആണെന്ന് കണ്ടാൽ അവിടെ PP ദിവ്യയ്ക്ക് ഇപ്പോൾ എതിരെയുള്ള ഈ ഇപ്പോഴത്തെ കേസ് നിൽക്കത്തില്ല. കാരണം ഇത് ആത്മഹത്യക്കുള്ള പ്രേരണാ കുറ്റമാണ് PP ദിവ്യയ്ക്കെതിരെ ഉള്ളത്. അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് നിൽക്കത്തില്ല. അത് കൊലക്കേസാണ്. പിന്നെ കൊലപാതകം നടത്തിയ ആരാണെന്ന് അന്വേഷിക്കണം. അതിനകത്ത് ദിവ്യയ്ക്ക് പങ്കുണ്ടോന്നാണ് പിന്നെ അന്വേഷിക്കേണ്ടത്. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ, പിടിവിട്ട് പോകും കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ പരക്കം പാച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട്
ഈ റയറസ്റ്റ് എമംഗ് റയറാണ്, അങ്ങനെയുള്ള കേസേ വിടാവൂ എന്നൊക്കെ CBI വിടാവൂ എന്നൊക്കെയുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. അതൊക്കെ വളരെ വിചിത്രമാണ്, കേട്ടുകേഴ്വിയില്ലാത്തതാണ്.